ഈ ബസ്സിൽ ഇങ്ങനെ കാതടപ്പിക്കുന്ന പാട്ടുണ്ടല്ലോ, ആയിട്ടിങ്ങാണ്ട് ഇപ്പം നാള് ഉണ്ടായ അപകടമൊക്കെ ഡ്രൈവർ എഴുന്നേറ്റ് നിങ്ങളുടെ ഡാൻസ് കളിച്ചു അല്ലേ? ആ ടൂറ് വണ്ടി അപകടം ഉണ്ടായത് എത്ര ബസ്സിൽ നിന്ന് സ്പീഡ് പോണ വണ്ടിയിൽ നിന്ന് യാത്രക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങനെ പോകണ്ടോ, ഒന്ന് ആശ്വാസത്തിൽ പോയാൽ മതി, എത്ര വണ്ടി എന്ന് പറഞ്ഞാലും പോകുന്നു. അവരുടെ ലൈസൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഐസ് വീണിട്ട് മിനുസമായ പ്രതലത്തിൽ വാഹനം ഓടിച്ച് നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. അപകടങ്ങൾ പെരുകി തന്നെയാണ്. നമ്മൾ ഈ പുതിയ നാഷണൽ ഹൈവേ വന്ന് നമ്മളിപ്പോഴും പഴയ ലൈസൻസും വെച്ചിട്ട് തന്നെയാണ് വാഹനങ്ങളും ബാക്കിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പണ്ടത്തെ ലൈസൻസ് വെച്ചിട്ട് പോകുമ്പോൾ ഈ റോഡുകൾ നന്നായതും മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ മിനുസമായി മാറുന്നതും ബാക്കിയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഈവനിങ് 6 മണി മുതൽ 9 മണി വരെയൊക്കെയുള്ള അപകടങ്ങൾ എണ്ണമൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ റോഡ് നന്നാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം കണ്ട് ബസ് തലകീഴായി മറിയുന്ന അവസ്ഥ. ഈ ഒരു മഴച്ചാറ്റിലുണ്ടായി കഴിഞ്ഞാൽ റോഡിന് വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊതുവെ അതിൽ അശ്രദ്ധരാവുന്നുണ്ടെന്ന വസ്തുതയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പിന്നെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ ഫോണുകളും ബാക്കിയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കോമ സ്റ്റേജിലേക്ക് പോകുന്ന ആളുകൾ, നട്ടെല്ല് തകരുന്ന ആളുകൾ, പിന്നെ ഇടുപ്പല്ല് പൊട്ടുന്ന ആളുകൾ, ചെറിയ അപകടങ്ങളാണെങ്കിലും ഈ മഴക്കാലം കൂടി വരുമ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിൽ അടുത്ത വിഷയമായി ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ കുറ്റിപ്പുറത്തല്ല സംഭവം, കുറ്റിപ്പുറത്തെ സംഭവം കഴിഞ്ഞ ദിവസം അത് സംഭവിച്ച ആ സമയത്ത് ഞാനൊരു മീറ്റിങ്ങിലാണ്. അപ്പോഴാണ് നമ്മളെ കൂടെയുള്ള ഒരാൾ ഇത് കാണിച്ചത്. ഒറ്റ നോട്ടേ നോക്കാൻ കഴിഞ്ഞോളൂ. ആ ഒരു ദൃശ്യം നമ്മളെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ അത് പിന്നെ ഏതായിരുന്നു, ഞാനത് ആ മറിച്ചിൽ കണ്ടപ്പോൾ അതിലൊരാളും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ അപകടത്തിൻ്റെ തോത് കുറവാണ്, ആ മറിച്ചിലിനനുസരിച്ച് തോത് കുറവാണ്. ഒരാൾ മരിച്ചു അല്ലേ, ബാക്കി പിന്നെ കുറേ ആൾക്കാർ ഭയങ്കര പ്രയാസത്തിലുണ്ട്. എല്ലാവരെയും ഗുരുതരമാണ്. ഏതായാലും അവർക്കൊക്കെ പെട്ടെന്ന് പിന്നെ രോഗശമനം ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തേ പിന്നെ നല്ല മഴയാണെന്ന്. അപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് മോളെന്നോട് പറഞ്ഞു നല്ലോണം ശ്രദ്ധിക്കണം, നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഈ വിഷയം സംസാരിക്കാൻ തന്നെ ഇപ്പോൾ ഞാൻ പോകണമെന്നും പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് വണ്ടി ഓടിക്കണ നമുക്കെല്ലാവർക്കും പാഠമുള്ളൊരു വിഷയമാണ്. ഇതൊരു മനസ്സാക്ഷി കുത്തോടു കൂടി അല്ലാതെ ഈ വിഷയം എന്ത് ചെയ്യാൻ കഴിയില്ല. അതായത് യാത്ര അനുബന്ധമായ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ട്രാഫിക് നിയമങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് വയലേറ്റ് ചെയ്യാത്ത ഒരു ഡ്രൈവറും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഫോൺ ഉപയോഗിക്കാത്ത, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സ്പീഡ് കുറച്ച് പിന്നെ കൂടാത്ത, അതായത് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തവിടുന്ന് ചെയ്യുന്ന, മറ്റേ ലൈന് ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ഡ്രൈവർമാർക്ക് ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതിൽ നമ്മളൊക്കെ കുറേ പ്രയാസത്തിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് കുറേ നമ്മൾ ശ്രദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെന്താ വെച്ചാൽ ഇത് നമ്മളിതെല്ലാം തികഞ്ഞ ആൾക്കാരെന്നുള്ളവർക്ക് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം തോന്നി. ഞാൻ ശ്രദ്ധിക്കണ കുറച്ച് മുമ്പ് ശ്രദ്ധിക്കാത്തതും ഇപ്പോൾ ശ്രദ്ധിക്കുന്നതുമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഉറക്കത്തിൻ്റെ വിഷയമാണ്. അതായത് രാത്രി കുറച്ചും കൂടി വൈകി നമ്മൾ വണ്ടിയൊന്നും റോട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ക്ഷീണിച്ച് പോരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വേഗം വണ്ടി നിർത്തണം, വേഗം സൈഡാക്കണം. എന്നിട്ട് ആ ഉറക്കം നിന്ന് പോയ ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും എന്ത് ഏതായാലും വീട്ടിൽ എത്താനായില്ലേ, എത്തുമല്ലോ. പക്ഷെ ആ വിചാരിച്ച ഉടനെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് നേരത്തെ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറവ്. ഞാൻ എൻ്റെ കാര്യം പറയാം, അത് 1-2 തവണ ചില പ്രയാസങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ട്. പിന്നെ അത് നന്നായി ശ്രദ്ധിക്കലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യാത്രക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറാണ് യാത്രയെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ റോഡും ട്രാഫിക്കും ഒക്കെ മുന്നിൽ വെച്ച് ഒരു 1.5 മണിക്കൂർ മുമ്പ് ഇറങ്ങുക. 1.5 മണിക്കൂർ റോട്ടിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ കൊടുക്കണം. ആ രീതിക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് കുറേ ആശ്വാസം ചെയ്യും. ഒക്കെ നമ്മളെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അല്ലാതെ എന്താ വെച്ചാൽ നമ്മളൊരു ആവശ്യത്തിന് പോവുകയായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയം വെച്ച് ഇറങ്ങി എവിടെയെങ്കിലും ഒരു 15-10 മിനിറ്റ് ബ്ലോക്കും ആയാൽ പിന്നെ ആ ടൈം ഓടി പിടിക്കേണ്ടി വരികയാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന വിഷയങ്ങളാണ്.
അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നൊരു പ്രാക്ടിക്കലായ അവസ്ഥ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക, ഇറങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തുക എല്ലായിടത്തും. അതെ. പിന്നെ പരമാവധി നമ്മളെന്താ വെച്ചാൽ ഈ പിന്നെ ലൈന് ക്രോസ് ചെയ്യാതെ നിൽക്കുക, അത്തരം ചില കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാറൽ മഴ, ഇപ്പോൾ ഈ ചാറ്റൽ മഴയത്താണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ അപകടം ഉണ്ടായത്. അപ്പോൾ ആ ചാറ്റൽ മഴയുള്ള സമയത്ത് നല്ല ശ്രദ്ധ വേണം. ഒരു 60 സ്പീഡിൻ്റെ മുകളിലേക്ക് പോകാതിരിക്കലാണ് എന്ത് ശരിക്കും ബുദ്ധി. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇത്തരം ചില കാഴ്ചകൾ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് പാഠം നൽകുന്നതാണ്. പിന്നെ ബസ് ഡ്രൈവർമാരെ കാര്യം അത് കഷ്ടമാണ്. അവർ 24 മണിക്കൂർ അവർ ഇത്രയും സമയം വരെ ജോലിയാണല്ലോ. അപ്പോൾ അതിൽ നന്നായി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ധാരാളം ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വാഹനങ്ങളും ബസ്സൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും ഇതുപോലെ അപകടങ്ങൾ വരാറില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കാടടക്കി അവരെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പൊതുവാഹനം ഓടിക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ സാധാരണ ഡ്രൈവർമാരിൽ നിന്ന് കുറച്ചുകൂടെ ജാഗ്രത അവർക്ക് വേണം. കാരണം അവരെ കയ്യിലാണ് ഈ ബസ്സിലുള്ള 100 ചില്ലാൻ ആളുകളുടെ പിന്നെ ജീവൻ അവരെ കയ്യിലാണെന്നുള്ളൊരു ബോധം. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഡ്രൈവർ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ, സാധാരണ ഒരു വാഹനം സ്പീഡ് വർദ്ധിപ്പിക്കുന്നത് പോലെ അല്ല പൊതുജനങ്ങളെ കയറ്റി പോകുന്ന ഒരു വണ്ടി. അപ്പോൾ ആ ഒരു ശ്രദ്ധ പിന്നെ ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് വേണം. അതിൽ നമ്മൾ ഇതിൽ ശരിക്ക് തെളിയിച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബസ്സുകാർക്കുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകാർക്ക് നേരം വൈകി പോകുമ്പോൾ ഈ ഡോറിൻ്റെ അവിടെ ഒരു കൊട്ടുക, ഡോറിൻ്റെ അവിടെ ഇങ്ങനെ കടകടാന്ന് ഇങ്ങനെ കൊട്ടുകയും ചെയ്യും. കിക്കി അതിന് പ്രത്യേക ഒരു ഓണുണ്ട്, ഒരു പ്രത്യേക കീ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ജീവൻ വേണമെങ്കിൽ മാറിക്കോളും. അതിന് കീ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ജീവൻ വേണമെങ്കിൽ ഇതാ മാറിക്കോ ഞാൻ പോവാണ് ഞങ്ങൾ പോവാണ് വേണം എല്ലാവരും മാറിയിരുന്നു. അപ്പോൾ ഉണ്ട് ബൈക്കുകളൊക്കെ ഒരു മാറൽ ആ മുന്നേ ശരിക്കും അമ്മ കണ്ടാൽ വേദന തോന്നും. ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതായത് 2 അടി പിന്നെ ബോഡിമേൾ അടിച്ചിട്ട് അങ്ങോട്ട് വിട്ടാങ്ങോട്ട് പിന്നെ കണ്ണും വീണ് പോവുകയാണ്. പിന്നെ ബാക്കിയുള്ളൊരു വേണമെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ള അതെന്തായിരുന്നാലും അവസാനിപ്പിക്കും. അത് പിന്നെ കുറച്ച് കടന്ന കൈയാണ്. അതൊരു സ്ഥിരം പരിപാടിയാക്കുന്ന ഡ്രൈവർമാരുണ്ട്. സ്ഥിരം എപ്പോഴെങ്കിലും ഒരിക്കലല്ല. അതിങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ അവസ്ഥ തന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ. അതൊരു ശരിയായ രീതിയല്ല, അത് മാറണം. പിന്നെ യാത്രക്കാരുടെ മനഃശാസ്ത്രത്തിനുണ്ട് പ്രശ്നം. അതെങ്ങനെയാ വെച്ചാൽ അവനാൻ കയറിയ ബസ് എത്ര സ്പീഡ് പോയാലും കുഴപ്പമില്ല എന്നുള്ളത്. അത് മുന്നിലുള്ള ബസ്സിന് എന്ത് ചെയ്യണം, ഓവർടേക്ക് ചെയ്യണം എന്നുള്ളതാണ് പൊതുമനസ്സ്. എത്ര ബസ്സിൽ നിന്ന് സ്പീഡ് പോണ വണ്ടിയിൽ നിന്ന് യാത്രക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് ഇതങ്ങനെ പോകണ്ട കേട്ടോ, ഒന്ന് ആശ്വാസത്തിൽ പോയാൽ മതി, എത്ര വണ്ടി എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. എനിക്കങ്ങനെ ആരോ പറഞ്ഞു, എൻ്റെ ഓർമ്മയില്ല. ഞാൻ ഒരുപാട് ബസ് യാത്ര ഓർമ്മയുണ്ട്. ഇടക്കൊക്കെ ഉണ്ടാവില്ലേ? അല്ല, ഒരു അങ്ങനെ അനുഭവം ഉണ്ട്. അത് പറഞ്ഞോടുകൂടി പിന്നെ ബസ് വളരെ പ്രതിഷേധം എന്നാ കിടക്കട്ടെ എന്നുള്ളത്. അതെ, ഏതായിരുന്നാലും അത് പൊതുവേ ഒരു ആൾക്കാരുടെ മനഃശാസ്ത്രം എന്താ വെച്ചാൽ അവനെ കയറിയ വണ്ടി എന്ത് ചെയ്യണം, മറ്റേനെ മുന്നിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവേ അവിടെ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറയുന്നത്. അതായത് യാത്രക്കാരും എന്ത് ചെയ്യുക, ഒന്ന് ഓവറായി സ്പീഡിൽ വണ്ടി ഒരു ലക്കുലക്കാനില്ലാത്ത വിടുന്ന വണ്ടിയാണെങ്കിൽ 4 ആൾ എഴുന്നേറ്റുന്നുണ്ട് ഈ പോക്ക് പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. അതും നമ്മളിപ്പോൾ ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ ബസ്സിൽ ഇങ്ങനെ കാതടപ്പിക്കുന്ന പാട്ടുണ്ടല്ലോ, ആയിട്ടിങ്ങാണ്ട് ഇപ്പം നാളെ ഉണ്ടായ അപകടമൊക്കെ ഡ്രൈവർ എഴുന്നേറ്റ് നിങ്ങളുടെ ഡാൻസ് കളിച്ചു അല്ലേ, ആ ടൂറ് വണ്ടി അപകടം ഉണ്ടായത് അല്ലേ. അപ്പോൾ അത്തരം ചില സംഗതികളിലൊക്കെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ബസ്സുകൾ തമ്മിലുള്ള ടൈമിങ് അതൊക്കെ കൊടുക്കുന്നിടത്ത് ഇതിൻ്റെ ഓഫീസർമാരും ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ളൊരു സമീപനം സ്വീകരിക്കണം. പിന്നെ നമ്മൾ 2022 ആ വളാഞ്ചേരിയിൽ ഒരു അപകടം ഉണ്ടായി 10 ആളുകൾ മരണപ്പെട്ടല്ലോ. ആ സന്ദർഭത്തിൻ്റെ അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് അമിത വേഗത, മറ്റൊന്ന് പറഞ്ഞത് പിന്നെ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ, അത് അതിന് കാരണമായിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഗവർണർ അതിൽ കാണിച്ച കൃത്രിമത്വം, അത് പിന്നെ ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ അത് ആ കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിലൊക്കെ നമ്മൾ ഗതാഗത വകുപ്പ് എന്ത് ചെയ്യണം. അപ്പോൾ മന്ത്രീൻ്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അതിലൊരു കാര്യമായ ഇടപെടൽ മന്ത്രിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വർഷം ഏപ്രിൽ വരെ 18,598 അപകടങ്ങൾ ഈ ഏപ്രിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 1384 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. 21,255 ആളുകൾക്ക് പരിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടുതൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം 6 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിലാണ്. കാരണം ആ സമയത്ത് എന്താ വെച്ചാൽ ദൃശ്യപരത കുറവായിരിക്കും. അതേപോലെ തന്നെ ആൾക്കാർ ജോലി കഴിഞ്ഞ് ഒരു പിന്നെ വീട്ടിൽ എത്താനുള്ള ഒരു വേഗത ഉണ്ടാവും, അതോടൊപ്പം തന്നെ തിരക്കുണ്ടാവും, പിന്നെ ക്ഷീണം ഉണ്ടാവും. അതൊക്കെ ആ ഒരു സന്ദർഭമാണ്, റോട്ടിക്ക് കാണില്ല.
അതുകൊണ്ട് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇത് നടക്കുന്നത്. ഇരുട്ടായത് അറിഞ്ഞിട്ടുണ്ടോ? അതെ, ഇട്ടായതാണ്. ഇപ്പം ചില ലേറ്റ് ഇടാൻ മറന്നിട്ടുണ്ടാവും. വേറെ വൈകുന്നേരം ലേറ്റ് ഇടാൻ മറക്കും ചെയ്യും, രാവിലെ 8 ലൈറ്റ് ഓഫ് ആക്കാനും മറക്കും. അതൊക്കെ ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നു നമ്മൾ ഹൈവേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തൊക്കെ ഹൈവേ ഈ രൂപത്തിലുള്ള ഹൈവേ വന്നപ്പോഴാണ്. അതുകൊണ്ട് അതിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ ഹൈവേയിൽ ഇപ്പോൾ വണ്ടി ഓടിച്ചു പിന്നെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കാണുന്നൊരവസ്ഥ എന്താ വെച്ചാൽ, നമ്മൾ ഹൈവേ നിയമം പല ഡ്രൈവർമാർക്കും അറിയില്ല. ഡ്രൈവർമാർക്കും അറിയില്ല, കാൽനട യാത്രക്കാർക്കും അറിയില്ല. ഇപ്പോഴും നമ്മളെ കാൽനട യാത്ര, നാളെ ഞാൻ നമ്മൾ വണ്ടിയിൽ പോണ സമയത്ത് പിന്നെ ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ റോഡൻ ക്രോസ് ചെയ്തു. അയാൾ വിചാരം എന്താ വെച്ചാൽ അവിടെ എത്തിയ വണ്ടിയാണ്, കുറേ ദൂരമല്ലേ, ആ വാഹനത്തിൻ്റെ സ്പീഡിനെ കുറിച്ച് ധാരണയില്ല. ആ സാധുവാണ് മനുഷ്യൻ, അയാൾക്ക് അറിയില്ല. അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്യുന്ന രൂപം, അത് വളരെ ദൂരം ഒരു വണ്ടി വരുന്നുണ്ട്. പക്ഷെ ആ വണ്ടി ഇയാൾ നടന്ന് കുറച്ച് മുന്നേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇവിടെ എത്തും എന്നുള്ളൊരു ബോധമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. അതിൽ ഡ്രൈവർമാർക്ക് അത്യാവശ്യമാണ്. ഹൈവേ കൂടി വണ്ടി ഓടിക്കുന്നത്. സാധാരണ ഡ്രൈവർ തന്നെ ഹൈവേയിൽ കയറിയാൽ അയാൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2-3 ലൈൻ ഉണ്ടാകുമ്പോൾ പിന്നെ നടുവിലെ ലൈന്, റൈറ്റ് ലൈന്, ലെഫ്റ്റ് ലൈന്, അതിൽ ഏത് ലൈനിലൂടെയാണ് വണ്ടി പോകേണ്ടത്, ഏതിലാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്, ഏതിലാണ് ആംബുലൻസ് പോകേണ്ടത്, ഏതിലാണ് വലിയ വണ്ടി പോകേണ്ടത്, ഇതൊക്കെ ഗൾഫിലുള്ള പിന്നെ ആളുകൾക്ക് നന്നായിട്ട് അറിയും. പക്ഷെ നമ്മളെ ആളുകൾക്ക് ആ വിവരം, പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. നമ്മളൊന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നേരെ ഉൾട്ട ചെയ്യാണ്. യഥാർത്ഥത്തിൽ 3 ലൈനാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈനിൽ കൂടെ മാത്രമേ പോകേണ്ടത്. ഫസ്റ്റ് ലൈൻ ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ്. ആയിക്കൂടെ ലോറി പോകും. ലോറി ഒരു കാരണവശാലും കൂടെ പോകാൻ പാടില്ല. എന്നിട്ട് ദുനിയാവത്തെ വണ്ടികളൊക്കെ അടുത്ത ഭാഗത്ത് കൂടെ ഓവർടേക്ക് ചെയ്യുക. ഇത് ഇവിടെ നോക്കാനും ആളില്ല, റോഡ് ഉണ്ടാക്കിയിട്ടിരിക്കണമെന്നല്ലാതെ ഇത് നോക്കാനോ അല്ലെങ്കിൽ അത് പരിശോധിക്കാനോ ഏറ്റവും ക്യാമറകളില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയന്ത്രണമില്ല. ആർക്കും എങ്ങനെയും പോകാം. പിന്നെ കയറാൻ പാടില്ലാത്ത വണ്ടികളൊക്കെ കയറുകയാണ്. പിന്നെ സർവീസ് റോഡ് മറ്റേ എൻട്രി ആണെങ്കിൽ അവിടുത്തെ നാട്ടുകാർ എന്ത് ചെയ്യും, അവരും കൂടി സൗകര്യം ഉദ്ദേശിച്ചിട്ട് അവിടെ ഒരു എക്സിറ്റും കൂടി ഉണ്ടാക്കും. ഇതൊക്കെ എത്ര വലിയ അപകടമാണ് വരുന്നത്. അത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ എൻട്രി മാത്രമുള്ള സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു ഒരാൾ. പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഹൃദയം കെട്ട് പടച്ചു പോകും. കാരണം ഒരിക്കലും ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഇങ്ങോട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരു നല്ല ബോധവൽക്കരണം എന്ത് ചെയ്യണം, ഹൈവേ റൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാൽനട യാത്രക്കാർക്കും വേണം കൊടുക്കുക. അത് കാൽനട യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല, അതാണ്. പക്ഷെ അതുകൊണ്ട് എന്നാലും യാത്രക്കാർക്കും നല്ലത് നമ്മളെ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, പത്രങ്ങൾ, മീഡിയകൾ, ചാനലുകളൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും ഹൈവേയിൽ പാലിക്കേണ്ട, പൊതുജനം പാലിക്കേണ്ട മര്യാദകൾ പരസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം ശരിക്കും കൂടാ. അതിപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ ഗതാഗത വകുപ്പ് ആ വിഷയം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെങ്കിലും എന്ത് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വണ്ടി പോയി മറിഞ്ഞ രൂപം കണ്ടില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഈ പിന്നെ കാൽനട യാത്രക്കാർ, അത് പൊതുവേ സാധാരണ റൂട്ടിൽ തന്നെ കാൽനട യാത്രക്കാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സീബ്ര ലൈൻ ഉണ്ടല്ലോ, അവിടെ മാത്രം ക്രോസ് ചെയ്യുന്നൊരവസ്ഥ ശരിക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ ദൃശ്യപരത കുറവാകുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കാൽനട യാത്രക്കാർക്ക് ഒരു ഓർമ്മ വേണമെന്ത്, ഇപ്പോൾ ഡ്രൈവർമാർക്ക് വല്ലാതെ കണ്ണ് കാണൂല, അത് നടക്കുന്നവർക്ക് ഓർമ്മ വേണം. അത് 2 സമയമാണത്, ഒന്ന് വൈകുന്നേര സമയം, ഒന്ന് അതിരാവിലുള്ള സമയം. ഇതിൽ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ആ സമയത്ത് പിന്നെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒട്ടും ശ്രദ്ധയിൽപ്പെടില്ല. അത് ഭയങ്കര അതിരാവിലെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, മദ്രസക്ക് പോകലുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒരു കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോട്ടിൽ കൂടി നടക്കുക. പിന്നെ കൊട ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ മഴക്കാലത്ത് കുടയും ചൂടിങ്ങനെ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒറ്റ ക്രോസ് ചെയ്യലാവും. ഈ കുടൻ്റെ ഈ മറവുകൊണ്ട് എന്ത് ചെയ്യില്ല, വണ്ടി വരുന്നത് കാണില്ല. പക്ഷെ ശരിക്കും കുട എന്ത് ചെയ്യണം, പൊക്കി പിടിച്ചിട്ട് 2 ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം ശരിക്കും ക്രോസ് ചെയ്ത് കണ്ട് പോരാൻ. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള റോഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി നടത്തം ഫുട്പാത്തിലൂടെ ആക്കാൻ തന്നെ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഡ്രൈവർമാരും തന്നെ മഴക്കാലത്ത് വേഗത കുറക്കുക. അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങളുടെ ഒരു ടയറിൻ്റെ ഗ്രിപ്പ്, അതിൻ്റെ വൈപ്പർ, അതുപോലെ തന്നെ ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ പ്രത്യേകമായി അത് നിരീക്ഷിച്ച് അത് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം വരുമ്പോഴും വണ്ടി ഓടിക്കാതിരിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉണ്ടാകുക. പിന്നെ അധികൃതരും തന്നെ മഴ തോർന്ന് നിൽക്കുന്ന ഇടവേളകളിൽ പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടുകളും കുഴികളും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ആളുകൾക്ക് എടുത്ത് കാണിക്കാവുന്ന രീതിയിൽ അടയാളങ്ങളും സിമ്പലുകളും പിന്നെ സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രൂപം എന്ത് ചെയ്യണം, ശരിക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. പിന്നെ ഈ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ഈ ഫിറ്റ്നസ്, റൂട്ടിൻ്റെ പെർമിറ്റ്, മറ്റു കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുക. പിന്നെ നിയമമുണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, എൻഫോഴ്സ്മെൻറ്റ് ചെയ്യണം. അത് ശരിക്ക് പിന്നെ പാലിക്കണം, അത് നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ
കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മളെ പുതിയ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ എന്നുള്ളത് വീതി കുറവാണ്. നമ്മൾ മൊത്തത്തിൽ മറ്റേ സ്ഥലം ഏറ്റെടുക്കൽ ചുരുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡറിൻ്റെ സ്പേസാണ് കുറച്ചുള്ളത്. അതായത് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് ആ വൈറ്റും ബ്ലാക്കും എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ക്ഷീണം വരുന്നുള്ളതാണ്. ആ സീബ്രൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഡിവൈഡറിന് കറുപ്പ് വെള്ളം അങ്ങനെ കൊടുത്തതുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ കൂടെ യാത്ര പോയി കഴിയുമ്പോൾ ആ കാഴ്ച തന്നെ ഒരു മയക്കത്തിലേക്കുള്ള സാധ്യതകളുണ്ടാകാനുള്ള പഠനമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഓരോ സ്പോട്ടിലും തുടക്കത്തിൽ ഒരു സ്പോട്ടിൽ അടുത്ത് മറ്റേ ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ ഈ വണ്ടി എത്തുന്ന ടൈം എത്ര നോക്കിയിട്ട് അത് ബിഫോർ എത്തിക്കണേ നിർത്തിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ ആയിട്ടില്ലാന്നുള്ളൂ. നമ്മൾ ഈ മുഴുവൻ പൂർത്തിയാവാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളാണ്. എത്രയും പെട്ടെന്ന് അത് വരികയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇപ്പോൾ മുജിബായെ സംബന്ധിച്ചിടത്തോളം നല്ല ബൈക്ക് യാത്രികനാണ്, ഗംഭീര ബൈക്കുമ്മയാണ് പോകാറുള്ളത്. പൊതുവെ ബൈക്ക് അപകടങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റോഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? അല്ല, ഇതിലിപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് വരേണ്ട ഒരു സംഗതി, ഇപ്പം പിന്നെ ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും വല്ല കാറാണെങ്കിലും ഏത് വാഹനങ്ങളാണെങ്കിലും ശരിക്കും വിശ്വാസി നൽകും ഇസ്ലാമിക പ്രകാരം. ഇപ്പോൾ ഈ അടുത്ത് ലജ്നത്ത് ദായിമൻ്റെ ഒരു ഫത്വ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് വെച്ചാൽ ഈ ട്രാഫിക് ലംഘനം പാപമാണെന്നാണ്. അത് അള്ളാൻ്റെ അടുത്ത് കുറ്റം കിട്ടുന്ന, ശിക്ഷ ലഭിക്കുന്ന ഒരു ലംഘനമാണ്, ശരിക്കും ഒരു പാപമാണ് ഈ ട്രാഫിക് ലംഘനം എന്ന് കൃത്യമായി ലജ്നത്ത് ദായിമ വിശദീകരിക്കുന്നുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട്. ഒന്ന്, പിന്നെ പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ശരിക്ക് ഈ ലംഘനം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം കൊണ്ടുവരുന്ന ഇസ്ലാമിക വിരുദ്ധമില്ലാത്ത നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാലും അതും കുറ്റമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ജീവൻ അപകടപ്പെടുത്തുക എന്നുള്ളത്, ഇപ്പോൾ ആത്മഹത്യ, അത് ശക്തമായ ശിക്ഷ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യണത് ആത്മഹത്യയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പാപമാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലജ്നത്ത് ദായിമ പറയുന്നത്. അതുകൊണ്ട് ട്രാഫിക് ലംഘനം അത് ശക്തമായ പാപമാണ്, അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ അടുത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് അങ്ങനത്തെ ഒരു തത്വമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം ചലനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഇടയ്ക്ക് ഓരോ മാസം നടത്താറുണ്ട്. അത് മോട്ടോർ പിന്നെ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് ശക്തമായി ശരി ഇവിടുത്തെ MVIയും MVDയും ഒക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ട്രാഫിക് നിയമം കാര്യങ്ങളൊക്കെ. അതൊരു ദൗത്യമായി ഏറ്റെടുക്കാനുള്ള കാരണം ഈ ഇസ്ലാമികപരമായിട്ടുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ശരിക്കും ലൈസൻസ് ഇല്ലാതെ പിന്നെ വാഹനം ഓടിക്കാൻ പാടില്ല. അത് തെറ്റായിട്ടാണ് നമ്മൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം, ഇതിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകത്ത് മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ തീരെ ഈ ആക്സിഡൻറ്റ് കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നോർവേ അതിലൊരു മാതൃക രാജ്യമായിട്ട് പറയുന്നത് 1,00,000 പേരിൽ 2 ആളുകളാണ് ശരിക്ക് ആക്സിഡൻറ്റിൽ മരിക്കണേ. അപ്പോൾ അതിലൊരു ട്രാഫിക് നിയമം ശക്തമാക്കി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മിനുസമായ ഈ ഐസ് വീണിട്ട് മിനുസമായ പ്രതലത്തിൽ വാഹനം ഓടിച്ച് അത് നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. ആ നിലക്ക് ശക്തമായ നിയമം ആ രൂപത്തിൽ പിന്നെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും വിദേശത്ത് പോകലുണ്ട്. ഈ വിദേശത്ത് പോയിട്ട് പല പദ്ധതികളും കണ്ട് ഇവിടെ കൊണ്ടുവരാനാണ് ശരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് KM റോയ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ എഴുതുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി. അമേരിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ഇവർ തീരുമാനിച്ചു. അതായത് റൂമിൽ തന്നെ അടച്ചിടുക, പുറത്തിറങ്ങാതെ. എന്നിട്ട് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലാണെന്ന് പറയാം. ഇങ്ങനെ കുറേ മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രാങ്ക് ചെയ്തിട്ട് ആ റൂമിൽ തന്നെ അടച്ചിടും. എന്നിട്ട് കാലാവധി കഴിഞ്ഞാൽ സാധുക്കൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും. പറയുമ്പോൾ എന്താണ്, ഞാൻ അമേരിക്കയിലാണുള്ളതാണ്. അപ്പോൾ CHനെ ആ രൂപത്തിൽ പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. CH 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചങ്ങനെ ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടാതെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നന്നായി ഷൗട്ട് ചെയ്തിട്ട്, ഞാൻ ജനങ്ങളുടെ ഈ കാശായിട്ട് വന്നത്, അവരുടെ സമ്പത്തായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്തു വിടണം എന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു ശകാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോയതിന് ശേഷമാണ്, അങ്ങനെ ആ പഠനത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആ യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ അവരുടെ ഇതൊരു വലിയൊരു പാടാണ്. ഇതേപോലെ ഇപ്പം പല രംഗത്തുള്ള ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളും അതുപോലെ റോഡ് നിർമ്മാണം, ഇപ്പോൾ ഞാൻ പറഞ്ഞ നോർവേയിൽ പറഞ്ഞതിൽ അതിൽ വാഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അത് നിർവഹിച്ചതിന് ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്.
അപ്പോൾ ആ നിയമം പാലിക്കാൻ ജനങ്ങൾ എന്താണ് സന്നദ്ധരാകും. കാരണം എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിയമം പാലിക്കും. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറായാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് സാധാരണ നമ്മളൊക്കെ അപകട മരണങ്ങൾക്ക് കൂടുതൽ ആളുകളെത്തും, പിന്നെ മരിച്ചു. പക്ഷേ ആ കുടുംബത്തിനാണ് പിന്നീട് ആളുകളൊക്കെ പിരിഞ്ഞു പോയതിന് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് സ്പോട്ട് ലൈൻ സൂചിപ്പിക്കാനുള്ളത്.